1998 അർജന്റീനയ്ക്കെതിരെ മൈക്കൽ ഓവൻ നേടിയ ഗോളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഗോളായിട്ട് പറയപ്പെടുന്നത്. ബെക്കാമിന്റെ പാസോട് കൂടിയിട്ട്. അതിനെന്താണ് അത്രയും പ്രാധാന്യം കിട്ടാൻ കാരണം? ഇത്രയും പ്രാധാന്യം കിട്ടാൻ രണ്ട് കാരണം. ഒന്ന്, ഓവന്റെ പ്രായം. 18 വയസ്സുകാരൻ ആദ്യത്തെ ലോകകപ്പ് കളിക്കുന്നു. ഇംഗ്ലീഷ് ഫുട്ബോൾ ഫോളോ ചെയ്യണവര് അതിനൊരു സീസൺ മുമ്പ് ഓവന്റെ കളി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ സാറ്റലൈറ്റ് ടെലിവിഷൻ ഇതൊന്നും ഇത്ര വ്യാപകമായിട്ടില്ല. അപ്പൊ പല നാട്ടിലും ആരാന്ന് പോലും അറിയില്ല ഈ കളിക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ നല്ല കളിക്കാരന് മാത്രമേ അറിയുള്ളൂ. പിന്നെ അത് അത്രയും ശക്തമായ ഒരു അർജന്റീന ടീമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള അർജന്റീന സ്ക്വാഡ്. അതിലാകെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാള് റെഡോണ്ടോ ആയിരുന്നു. ആ റയൽ മെഡ്രിഡിന് കളിച്ചത്. റെഡോണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ആ ടീം കപ്പ് ജയിക്കുകയായിരുന്നു. അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. അതിലത്തെ ഡിഫൻഡേഴ്സ് പറഞ്ഞാൽ പേടിപ്പിക്കണ കളിക്കാര്. റോബർട്ടോ അയല, ജോസെ ഷമോട്ട്, ഇവരെ രണ്ടുപേരെയും ബീറ്റ് ചെയ്തിട്ടാണ് ബെക്കമിന്റെ ത്രൂ ബോൾ വരുന്നു. ആദ്യം ഷമോട്ടിനെ ബീറ്റ് ചെയ്ത് പിന്നെ ആദ്യം ഓടുന്നത് പെനൽറ്റി ബോക്സിന്റെ നേരെ സ്പോട്ടിന്റെ അടുത്തേക്ക് ഓടുന്നത്. ബോക്സിന്റെ പുറത്തെത്തുമ്പോൾ പെട്ടെന്ന് ദിശ മാറി വൈഡായി പോകുന്നു. അപ്പൊ അയാൾക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് മറ്റേ കോർണറിലേക്ക് ഗോൾ അടിക്കുന്നത്. അപ്പൊ അത് ആ ഡയറക്ഷൻ ചേഞ്ച് ആണ് അതിന്റെ ഭയങ്കര പ്രത്യേകത ശരിക്കും. അതിനകത്ത് പിന്നെ ബെക്കാമിന് റെഡ് കാർഡ് കിട്ടുന്ന കളിയാണല്ലോ അത്. അതെ, അതൊരു സംഭവ ബഹുലമായ കളിയും കൂടിയായിരുന്നു. അതെ. ആ കളിയെ പറ്റി എന്താണ് തോന്നുന്നത്? പൊതുവെ കളി ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കളിയായിരുന്നു. എല്ലാം ഉണ്ട്, മികച്ച ഗോളുകള്. അതിലൊരു ഫ്രീ കിക്ക് റുട്ടീൻ അർജന്റീന ഗോൾ അടിക്കുന്നു. പിന്നെ ഈ റെഡ് കാർഡ്, എല്ലാവിധ ഡ്രാമയും ഉള്ള ഒരു കളിയായിരുന്നു. പിന്നെ രണ്ട് സൈഡിലും അത്രയും മികച്ച കളിക്കാർ. ഇപ്പൊ ഇംഗ്ലണ്ടിനായാലും ആലൻ ഷിയറർ, ബെക്കം, ഓവൻ, പോൾ സ്കോൾസ്, ഇവരൊക്കെ ഉള്ള ഒരു ടീം. മറ്റേ ഭാഗത്ത് വെറോൺ, സിമിയോണെ, ബാറ്റിസ്റ്റൂട്ട, ഇവരൊക്കെ ഉള്ള ഒരു ടീം. അപ്പൊ അത് രണ്ട് ജയന്റ് ടീംസ് ഏറ്റുമുട്ടി. അതും പലപ്പോഴും ഇങ്ങനത്തെ രണ്ട് മികച്ച ടീംസ് ഏറ്റുമുട്ടുമ്പോ കളിയുടെ നിലവാരം നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ല കളിയായിരിക്കില്ല. പക്ഷെ ഈ മാച്ച് ശരിക്കും ആ വിചാരിച്ചതെന്നും ഒരു ലെവല് മേലെ.